വർഷക്കാലത്ത് മത്സ്യബന്ധന മേഖലയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനുമായി നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് നടപടി. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്നു. നിരോധന വേളയിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പട്രോളിംഗിനുമായി ജില്ലയിൽ 2 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് പട്രോളിംഗ് നടത്തിവരുന്നുണ്ട്. പരിശീലനം ലഭിച്ച 8 മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ രക്ഷാസേന അംഗങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് ജില്ലയിൽ നിയോഗിക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അയൽ സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകാനും ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബങ്കുകൾ പൂട്ടുന്നതിനും നിർദ്ദേശം നൽകും. ചെറുമീൻ പിടിച്ചാൽ യാനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ചെറുമീൻ ഹാർബർ, ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇത്തവണ പിടിവീഴും. കളർ കോഡിംഗ് പൂർത്തിയാക്കാത്ത മത്സ്യബന്ധന യാനങ്ങൾ കളർ കോഡിംഗ് പൂർത്തിയാക്കണം. ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ, വഞ്ചികൾ, വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നത് തടയാൻ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കർശന പരിശോധന നടത്താനും തീരുമാനമായി. TCV കൊടുങ്ങല്ലൂർ.